ഹലോ, ആ ശരത്തല്ലേ? എടാ ശരത്തെ, ഞാൻ സൈറ്റിൽ എത്തുമ്പോൾ ശകലം താമസിക്കും കേട്ടാ. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ നിന്ന് സജിയും വിളിച്ച് ഹോട്ടലിൽ കയറിയിട്ടെ ചായ ചായ കുടിക്കും. നിങ്ങൾ രണ്ടുപേരും ചായ കുടിക്കും കേട്ടാ. അളിയാ, ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഒരു ഫോൺ ചെയ്തെന്ന് കണ്ടില്ലേ? അല്ല, ചായ കൊണ്ട് പോലെ അങ്ങോട്ടോ മനസ്സിൽ വിളിക്കണം. എടാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അവിടെ ഹാളിലെ ഒരു 4 ലിറ്റർ പെയിന്റ് ഉണ്ട്, അതെല്ലാം കൂടെ എടുത്ത് കലക്കിയിട്ടെ കുടി. നിങ്ങൾ രണ്ടുപേരും അങ്ങ് കുടിക്കേ. എന്റെ പൊന്നളിയാ, എന്തോന്നളിയാ ഇത്? ചായ ചൂടാറിപ്പോ, അതുകൊണ്ടാണ് ഞാൻ പുറകെ നടന്നു. അങ്ങോട്ട് കൊണ്ടുപോയാലേ അങ്ങോട്ട്. ഒന്നുമില്ലെങ്കിൽ അളിയൻ ഒരു വിദ്യാഭ്യാസം വിവരമുള്ള ഒരാളല്ലേ, എന്തുമാത്രം ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ് അളിയൻ. അതെ അതെ, ഡബിൾ MA എടുത്തിട്ടില്ലേ? അതാണ് നാട്ടുകാരും പറയുന്നത്, മാമ അല്ലേ എന്ന്. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. അളിയന്റെ സഹോദരിയെ ഞാൻ കെട്ടി എന്തിനാണ്? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ തന്നെ. പിന്നെ അളിയൻ കിടന്ന് ജോലി ചെയ്യണ കാര്യം എന്തിനാണ്? അളിയ ഒരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഒരുപാട് ഡിഗ്രി ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് PSC പരീക്ഷ എഴുതി, ഒരുപാട് ഇന്റർവ്യൂവിൽ പങ്കെടുത്ത്, എന്നിട്ടും എനിക്കൊരു ജോലി ഇതുവരെ കിട്ടിയില്ല. ജോബ് ആവുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ജോലി വേണ്ട അളിയാ. എന്റെ കൂടെ പെയിന്റ് അടിക്കാൻ വാ. MA കാരനാ ഞാൻ, പെയിന്റ് അടിക്കാൻ വരാനാ? MA കാരന്റെ കയ്യിൽ നിന്ന് ബ്രഷ് ഇരിക്കൂലേ? അളിയനും പെങ്ങളും കൂടെ ഒരു ജോലി ഇല്ലാത്ത എന്നെ ഇവിടെ ഇങ്ങനെ നോക്കുന്നില്ലേ, അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ട അളിയാ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഇവിടുത്തെ എല്ലാ ജോലിയും ഞാൻ ചെയ്യും. അളിയ ഒന്നും പറയരുത് കേട്ടല്ലേ. ഞാനൊരു കാര്യം ചെയ്യാം, ഈ മുണ്ട് കഴിവിട്ടിട്ട് വരാം കേട്ടാ പെട്ടത്. ഇതെന്തോന്ന് ഇപ്പൊ നിക്കണത് നിങ്ങള്? ഇതാ പണ്ടുള്ളവര് പറയണത് മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കണോന്ന്. എടി, ഞാൻ മുറുക്കി കൊടുത്തത് തന്നെ നിന്റെ സഹോദരല്ലേ, അവൻ കടുക എടുത്തോണ്ട് പോയത് മുണ്ടും ഷർട്ടും. ഈ ഒരു മനുഷ്യന്റെ കാര്യം എനിക്ക് നിവർത്തിയില്ലല്ലോ. ഞാൻ ഷർട്ട് എടുത്ത് വെള്ളത്തിൽ മുക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്തോന്ന്? അളിയന്റെ പോക്കറ്റിലെ ഈ 10 രൂപ കിടന്ന് നനഞ്ഞു പോയി 10 രൂപ പോകൂലേ? അളി കാശൊക്കെ സൂക്ഷിച്ചു വെക്കണം കേട്ടല്ലേ. എടി, നീ അളിയനോട് പറഞ്ഞു കൊടു, എന്ത് കഷ്ടമെന്ന് പറയുന്നത്. ഇത്രയും സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സത്യസന്ധത? എന്റെ അണ്ണനെ 10 രൂപ പോലും വേണ്ട. ആരെ 10 രൂപ വേണ്ട, പക്ഷെ 500 രൂപ വേണം. 500 രൂപ? എടി, എന്റെ ഷർട്ടിനകത്ത് ഞാൻ 510 രൂപയാണ് ഇട്ടിരുന്നത്. 500 രൂപ പുള്ളി എടുത്തിട്ട് ഈ 10 രൂപ മാത്രം കൊണ്ട് തന്നത്. കണ്ട കൊള്ളാല്ല ആള്. പിന്നെ പോണില്ല കുളിക്കാനൊന്നും. എനിക്ക് ജോലിക്ക് പോകുന്ന സമയം നീ ഒരു കാര്യം ചെയ്യും, സോപ്പും വെളിച്ചെണ്ണ തോർത്തൊക്കെ എടുത്തു. അതൊക്കെ എന്റെ അണ്ണൻ ബാത്റൂമിൽ എപ്പോഴേ കൊണ്ട് വെച്ചിട്ടുണ്ട്. മുണ്ട് ഷർട്ടും ഒക്കെ തേച്ച് പഠിച്ചിട്ടുണ്ട്, പെട്ടെന്ന് കുളിച്ചിട്ട് വരണം കേട്ടാ. എന്റെ പൊന്നെണ്ണ, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കുറെ ദിവസം കൊണ്ട് പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു. അണ്ണന് സഹോദരിയായിട്ട് ഞാൻ മാത്രമല്ലല്ലോ ഉള്ളത്, ഹരിപ്പാടുള്ള സുലോചന ഇല്ലേ? നിങ്ങൾക്ക് അവളെ വീട്ടിൽ 2-3 ദിവസം പോയി നിന്നാലും. അവളെ വീട്ടിൽ ഞാൻ പോയി നിൽക്കത്തില്ല. എന്ത്? അവൾക്ക് തരംതിരിച്ച പിള്ളേരുണ്ട്. അവന്മാരാണെങ്കിൽ തല്ലോട് തല്ല്, ഇങ്ങനെ ആക്രാന്തം പിടിച്ച പിള്ളേരെ ഞാൻ കണ്ടില്ല. ആഹാരത്തോട് ഇങ്ങനെ ആക്രാന്തമുള്ള പിള്ളേരുണ്ട്. എന്ത് കണ്ടാലും അവന്മാർക്ക് കൊതിയാണ്. ഞാൻ അവന്മാർ ഒരു കവർ അമൃതം പൊടിയത് തിന്നെന്ന് പറഞ്ഞേ കവളി മടലിന് അവന്മാരെ തല്ലി ചതച്ച് കളഞ്ഞറിയാവോ. ഞാൻ ആ വീട്ടിലൊക്കെ പോകൂല. അണ്ണാ, പ്രായമൊക്കെ ഇത്രയൊക്കെ ആയില്ലേ, അണ്ണ ഒരു കല്യാണം കഴിച്ചൂടെ? എടി, ജോലിയും കൂലിയില്ലാത്ത ഞാൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചോണ്ട് വന്നാലേ നീ അവളെ കൂടെ നോക്കുവോ? പിന്നെ ഇവിടെ ഉള്ളതിനെ കൊണ്ട് നോക്കി എനിക്ക് ചെലവിന് കൊടുക്കാം. വന്ന് കയറിയിരിക്കണം. എങ്ങനെ ഇരിക്കുന്നു? പെണ്ണ് കെട്ടാൻ പറഞ്ഞില്ല, അവൾ അതിനു മുമ്പേ പുറുപുറുപ്പ് തുടങ്ങി. അപ്പൊ ഞാനൊരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നാലാ അവള് പുറുപുറുപ്പായിരിക്കും. അല്ല പിന്നെ അളിയ പോ സമയം ഏട്ടാ, ഇങ്ങോട്ട് വരടി. അളിയ അളിയരി, ഞാൻ മുടിയൊക്കെ ചിപ്പിച്ചിട്ട്. അളിയന്റെ അടുത്ത് ഞാനൊരു കാര്യം പറയാം. അളിയ നാളെ ബ്യൂട്ടി പാർലറിൽ പോകണം. ബ്യൂട്ടി പാർലർ എന്തിനു പോണത്? അളിയന്റെ മുടി ഒന്ന് സ്ട്രേറ്റ് ചെയ്യാൻ. അപ്പൊ എനിക്ക് ചീവാൻ എളുപ്പമായിരിക്കുമല്ലോ. പോസ്റ്റ്മാ വന്ന് അണ്ണൻ പോയി കത്ത് വാങ്ങിച്ചോണ്ട് വന്നാണ്. ഞാൻ പോയി മേടിച്ചോണ്ട് വരാടി. അതെ, എങ്ങനെയെങ്കിലും പറഞ്ഞു വിടുക കേട്ടാ. അയ്യോ, ഞാനും കുറെ സഹിക്കല്ലേ. എന്ന് എന്റെ അന്യത്തിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞ ഇയാൾ കേക്കൂല. ഇയാൾ എന്തോന്ന് പറഞ്ഞു ഇവിടെ നിക്കണത്? കല്യാണം കഴിക്കാൻ പറഞ്ഞ കേക്കൂല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നീ പറഞ്ഞ എങ്ങനെയെങ്കിലും പറഞ്ഞ് വിലക്കുന്നു. കിട്ടിയ അല്ല, എനിക്ക് കിട്ടി പോസ്റ്റ്മാൻ. അയ്യോ അയ്യോ, എന്തോന്ന് പോസ്റ്റ്മാൻ? എന്തോന്ന് കിട്ടി? എനിക്ക് ജോലി കിട്ടി. എനിക്ക് ഫോറസ്റ്റ് ഓഫീസറായിട്ട് ജോലി കിട്ടി. മറ്റന്നായിരിക്കും ജോലിക്ക് ഹാജരാകണം. എനിക്ക് ജോലി കിട്ടിയേ. സൗഭാഗ്യം വാതിൽ തുറക്കും, സന്താപം പമ്പ കടക്കും. സൗഭാഗ്യം വാതിൽ തുറക്കും, സന്താപം പമ്പ കടക്കും. അളിയാ, മറ്റന്നാ രാവിലെ 10 മണിക്ക് എനിക്ക് ജോലിക്ക് ഹാജരാവണം. ഏതൊരു നോക്കിയാ പറയണ, ഇതിൽ വാച്ചില്ലല്ലോ. എനിക്ക് ജോലി കിട്ടിയല്ല, ഇനി ഞാൻ അടിപൊളി വാച്ച് മേടിക്കും. അയ്യോ, എനിക്കാണെങ്കിലേ ഭയങ്കര ദാഹം. നീ പോയി ചായ എടുത്തോണ്ട് വാ. നീ പോയി ചായ എടുത്തോണ്ട് വരാ. ഒരു പെയിന്റിംഗ് കോൺട്രാക്ട് ഞാൻ പോയി ചായ എടുക്കണോന്നാ? പെയിന്റിംഗ് കോൺട്രാക്ടറുടെ കയ്യിൽ ചായ ഇരിക്കൂലേ? എന്റെ അളിയ, ഈ പെയിന്റിംഗ് കൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂല. എന്നെ പോലെ പഠിച്ച് ഒരു സർക്കാർ ജോലി ഉണ്ടാക്കാൻ നോക്ക്. അതെങ്ങനാ? മുഖം കണ്ടാലറിയാം വിവരവും വിദ്യാഭ്യാസവും ഇല്ലെന്ന്. എടാ, 4ാം ക്ലാസ് തോറ്റ നിന്ന 10ാം ക്ലാസ് ജയിച്ച ഇവിടെ കല്യാണം കഴിച്ചത് എന്റെ മഹാമനസ്കതയാണ്. മനസ്സിലായ? അണ്ണാ, എന്തായാലും ജോലിയൊക്കെ ആയല്ലോ, ഇനി ഒരു കല്യാണമൊക്കെ ആവാം. അത് ശരിയാണല്ലേ, ജോലിയൊക്കെ കിട്ടിയില്ലേ, ഇനിയിപ്പോ ഒരു പെണ്ണൊക്കെ കെട്ടി ജീവിക്കാം. ഒരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണ് എനിക്ക് കെട്ടണം. എന്റെ ദൈവമേ, അണ്ണ ഒരു കല്യാണം കഴിച്ച് ഒരു പെണ്ണിന് ഞാൻ നിലവിളക്ക് കൊടുത്ത് വലത് കാല് വെച്ച് ഇങ്ങോട്ട് കയറി വരണത് എന്ന് ഞാൻ വിചാരിക്കും. എവിടെ?
നമ്മളെ വീട്ടില് ഈ ഓട് പൊട്ടി മഴ പെയ്താ ചോന്നിരിക്കുന്ന ഈ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിലാ. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ കെട്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനാ. അതിനെ ഞാൻ ടൗണിൽ ഒരു ഫ്ലാറ്റ് വാങ്ങും, അവിടെയാണ് കെട്ടിക്കൊണ്ട് അപ്പൊ പോകുന്നത്. നമുക്ക് ഫ്ലാറ്റിലോട്ട് പോവാ. ഇതൊക്കെ വാടകയ്ക്കും കൊടുക്കാൻ അത് തന്നെ. ആര് കൾച്ചറില്ലാത്ത നീയൊക്കെയാ? നീയൊന്നും അങ്ങോട്ട് വരണ്ട. പിന്നെ ഇത്രയും കാലം നിങ്ങൾ എന്നെ നോക്കിയതല്ലേ, ആ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ഉപകാരം ചെയ്യാം. എന്താ? ഞാൻ ഡ്യൂട്ടി കയറി കഴിയുമ്പോഴേ ആ. നീ ഒരു ലോറിയും പിടിച്ച് അങ്ങോട്ട് വരണം. അതിനെ ലോറിയും പിടിച്ചിട്ട് അങ്ങോട്ട് വരണത്. ഞാനൊരു ലോറി നിറച്ച് ആ. ഈട്ടിയും തേക്കും മഹാഗണിയൊക്കെ തന്നുവിടാം. അതെന്തിന്? ഈ വീട് ഈട്ടിയും തേക്കും മഹാഗണിയും കൂടെ ഡിസൈൻ ചെയ്ത് നല്ല സൂപ്പർ വീടാക്കി മാറ്റി കേട്ടാ. അത് മാത്രമല്ല, മ്ലാവ് കഴിച്ചിട്ടുണ്ടോ? അത് കഴിച്ചിട്ടില്ല. അതിന്റെ ഇറച്ചി കഴിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല. എന്റെ പൊന്നേ, എന്തൊരു ടേസ്റ്റാന്നറിയാമോ? ആണോ? മുയലിറച്ചി കഴിക്കുവോ? മുയൽ ഇറച്ചി കഴിക്കുമെന്നൂടാ, പക്ഷെ ക്യാരറ്റ് കഴിക്കണം ഞാൻ കണ്ടിട്ടോ. അടിക്കിടുക്കാച്ചി കിടുക്ക കോമഡി അടി പൂക്കുറ്റി. അയ്യോ അളിയാ. അളിയനാ? ഓ, കോൾ മീ സാർ. എടാ ഫോറസ്റ്റ് ഓഫീസർ NB ഉത്തമൻ സാർ, അങ്ങനെ വേണം നീ ഇനി എന്നെ വിളിക്കാൻ. ആരുടെ വീടാണ്? എന്റെ വീട്. എടാ ഇത് ഫോറസ്റ്റ് ഓഫീസർ NB ഉത്തമന്റെ അനിയത്തി താമസിക്കുന്ന വീടാ. അവിടെ 47 കസേര വേണ്ട. അല്ല പിന്നെ എടാ ഇവിടെ ശോഭ വരും. എടാ പുതിയ ശോഭ സെറ്റ് വരുമെന്ന്. ഹലോ ഹലോ, എടാ വിനോദിന്റെ ഫർണിച്ചർ കടയല്ലേ? അതെ. എടാ ഞാൻ NB ഉത്തമനാ. ഉത്തമൻ. ആ മനസ്സിലായി മനസ്സിലായി. എടാ അതിന് ഇത്രയും ചിരി വേണ്ട, പകുതി ചിരിച്ചാ മതി കേട്ടാ. മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യ്, ആ. എന്റെ കുഞ്ഞനിയത്തിന്റെ വീട്ടിലേക്ക് ആ. ഒരു 3-4 സോഫ സെറ്റ്, ആ. 2-3 ഡൈനിങ് സെറ്റ്, ഓക്കേ. പിന്നെ അവള് മുറ്റത്തിടാൻ വേണ്ടി ഒരു 10-15 കുഷ്യന്റെ കസേരയോടെ കൊടുത്തു കേട്ടാ. പക്ഷേ ഇത് വേറെ കാര്യമുണ്ട്. ഇതിപ്പോ ഒരു 1.5 ലക്ഷം രൂപയ്ക്കകത്താവും മൊത്തം. അത്രേ ആവൂളാ? ഉം. എനിക്ക് വണ്ടിക്കൂലിക്ക് ഒരു 10,000 രൂപ തന്നേക്കാം. ആ. വൈകിട്ട് തന്നെ കൊടുത്തുവിട്ടേക്കണേ. ദേ ഇപ്പൊ തന്നെ ഞങ്ങൾ പാക്ക് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ 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 ഓക്കെ. അല്ല പൈസയൊക്കെ ആര് കൊടുക്കും? എടാ, നീ പെയിന്റിങ്ങിന് പോകുമ്പോ കിട്ടുന്നേ 1500 കുടുംബയല്ല എനിക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത്. പിന്നെ? എന്റെ ശമ്പളത്താണെന്നറിയോ? ഏകദേശം 1.25 ലക്ഷം രൂപ വരും. അതിൽ ഗ്രാറ്റുവിറ്റിയും ബോണസും എല്ലാം കൂടെ പിടിച്ചു കഴിഞ്ഞാലും ഒരു 85,000 രൂപ എനിക്ക് കൈ കിട്ടും. കാശിട്ട് ഞാൻ ഒരു കളി കളിക്കും. ശരി, എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല. ഞാൻ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകണം. എങ്ങനെ പോകും? എന്റെ ഈ സൈക്കിളിൽ പോകും. അയ്യടാ, നിന്റെ ഈ ലൊക്കട സൈക്കിളിൽ പെയിന്റിങ്ങിനെ പണിക്ക് പോകാനാ? ഓ. എടാ ഫോറസ്റ്റ് ഓഫീസർ MD ഉത്തമന്റെ അനിയത്തിയുടെ ഭർത്താവ് അങ്ങനെ പോകേണ്ടവനല്ല. നീ അങ്ങനെ സൈക്കിളിൽ പോണ്ട. ഈ സൈക്കിൾ വേണ്ട. ആ അല്ല പിന്നെ ആകപ്പാടുള്ള എന്റെ സമ്പാദ്യമാണ് സൈക്കിള്. ഹലോ ഹലോ, കാറ് കടയല്ലേ? കാറ് കടയോ? ആ ഈ കാറൊക്കെ കൊടുക്കുന്ന കടയല്ലേ? അതെ, ഷോറൂമാണോ? ആ എനിക്ക് ഒരു കാർ എടുക്കണം കേട്ടാ. കാർ എടുക്കണം. LBW കാർ ഉണ്ടാവോ? BMW. അഹങ്കാരി മറുവാക്ക് പറയുന്നോട് അവന്റെ കടയിൽ നിന്ന് കാർ വേണ്ട. ആദ്യം ഒരു കാര്യം ചെയ്യും, നീ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുത്ത് ഡ്രൈവിംഗ് പടി. അപ്പോഴത്തേന് ഞാനൊക്കെ 2-3 കാർ മേടിച്ചു തരാം കേട്ടാ. ശരി ശരി ശരി. ഞാൻ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിക്കട്ടെ. അണ്ണാ അരി വെന്ത് കിടക്കണം, ഒന്ന് വടിച്ചിട്ടുണ്ടാ. എങ്ങനെ? കൈ പൊള്ളു എന്റെ. നിനക്ക് എങ്ങനെ തോന്നിയടി എന്റെ മുഖത്ത് നോക്കി പറയാൻ? ഒരു ഫോറസ്റ്റ് ഓഫീസറുടെ മുഖത്ത് നോക്കിയാണടി അരി വെന്തിടക്കുന്നത് പഠിച്ചിടാൻ പറയാൻ. ഹലോ ഹലോ. എടാ രായനല്ലേടാ? ആ രായന. എടാ നിന്റെ വീട്ടിന്റെ അടുത്തേ ആ. സുലോചന എന്ന് പറഞ്ഞ ഈ ജോലിക്ക് കൊണ്ടൊരു പെൺപിള്ളുണ്ടല്ലേ? ഉണ്ട്. അവരെ എനിക്കൊന്ന് വേണോടാ. ആഹാ, അങ്ങനെ. എന്നാ ശമ്പളത്താളെ 15,000 രൂപ കൊടുക്കേണ്ടി വരും. 15,000? ആ. ഒരു 20,000 രൂപ കൊടുക്കാം. വൈകിട്ടൊക്കെ വരാൻ പറ കേട്ടാ. ഓ, ഞാൻ പോയി പറഞ്ഞേക്കാം. ഓക്കേടാ ഓക്കെ. അപ്പൊ ഞാനേ എന്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് പറയട്ടെ, അവർക്ക് ട്രീറ്റ് കൊടുക്കണം. ഓ ദേ, നമുക്ക് നല്ല സമയമാണ് വന്നിരിക്കുന്നത്. എന്തായാലും അണ്ണന് ജോലി കിട്ടിയെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇവിടെ എന്തെല്ലാം ഫർണിച്ചർ എന്റെ അണ്ണ ഓർഡർ ചെയ്ത്. അതുകൊണ്ട് NB ഉത്തമെങ്കിൽ അങ്ങനെ നിങ്ങൾ മിണ്ടാതെ എല്ലാം മിണ്ടാതെ കേട്ടോണ്ട് നിക്കണേ. പിന്നെ വേറൊരു കാര്യം, ഞാൻ നാളെ തൊട്ട് ജോലിക്കൊന്നും പോണേ. നിങ്ങൾ എന്തിനീ വെയിലും കൊണ്ട് ജോലിക്ക് പോണത്? അത് തന്നെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ അണ്ണന്റെ അടുത്ത് പറഞ്ഞു വയനാട്ടിൽ നിങ്ങൾക്കും കൂടെ ഒരു ജോലി ഒപ്പിച്ചേരാം. ഓക്കേടാ, വൈകിട്ട് എല്ലാവരും കൂടെ വരണം കേട്ടാ. ചെറിയ പാർട്ടിയെ കൊണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ എന്തോന്ന് വായി തുറന്നോണ്ട് നിക്കണേ ഇങ്ങനെ? എന്ത്? നാളെ ജോലിക്ക് ജോയിൻ ചെയ്യേണ്ട മനുഷ്യൻ തന്നെ ഇത്. അതിന് ഞാൻ എന്താണ്? നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് 2 തലേണ, ഒരു മെത്ത, നല്ല കട്ടിയുള്ള കമ്പിളി. വയനാടാണ്, നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അണ്ണന് കമ്പിളി കട്ടിയുള്ളത് തന്നെ വേണം. വാങ്ങിച്ചോണ്ട് വന്നോണം പറഞ്ഞു കേട്ടാ. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ട് ഞാൻ താ പറഞ്ഞു. ഹലോ, എന്താ സാറേ? പോടാ, നിന്നെയല്ലേ വിളിച്ചത്, ഞാൻ ഇവിടെ ഫോൺ ചെയ്തത്. ഡേ, നിന്റെ 2 മക്കളുണ്ടല്ലേ, എന്ത് തിന്നാലും ആക്രാന്തത്തെ 2 എണ്ണം. അവർക്ക് ആ ഗോപാലകൃഷ്ണന്റെ ബേക്കറിയിൽ നിന്ന് എന്നും ദിവസം ഒരു 1000 രൂപ വെച്ച പലഹാരം വെച്ച് മേടിച്ചോളൂ. മാസം ഞാനത് അങ്ങ് അടച്ചോളാം കേട്ടാ. എടി എനിക്ക് ജോലി കിട്ടി ഫോറസ്റ്റ് ഓഫീസറായിട്ട്. അവന്മാർ ആക്രാന്തം തീരണ്ടടി. അല്ല മിസ്റ്റർ NB ഉത്തമൻ സാർ. ആ എന്താ? ഞാൻ അങ്ങോട്ട് പോണ വഴിക്ക് പോസ്റ്റ്മാനെ കണ്ടായിരുന്നു. അയ്യോ, എനിക്കൊരു അബദ്ധം പറ്റിയടേ. ഈ പോസ്റ്റ്മാന്മാരെ ഈ രജിസ്റ്റേർഡ് കത്ത കൊണ്ടുതരും, അവർക്ക് കൈമണി കൊടുക്കും. അത് കൊടുക്കാൻ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ഒരു 2000 രൂപ കൊടുത്തേരാ. അതൊക്കെ ഞാൻ കൊടുക്കാം. ആദ്യം ആ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന ലെറ്ററിങ് എടുത്തോണ്ട് വാ. ലെറ്റർ അതിന്റെ പേരൊന്ന് വായിച്ചാണ്. പേര് NV ഉത്തമൻ. നിന്റെ അണ്ണന്റെ പേരെന്തോന്നു? NB ഉത്തമൻ. അതിലെ സ്ഥലം അഡ്രസ് വായിര. കളത്തറ വീട്. ഇവിടത്തെ അഡ്രസ് ഏത്? കളത്തിത്തറ വീട്. ആ, കളത്തറ വീട്ടിൽ ഏതാ ഒരു NB ഉത്തമന് നമ്മളെ ഫുട്ബോൾ കളിക്കാൻ പോണ ഉത്തമയില്ലേ? ഓ ഉണക്ക ചേർക്കാൻ. ആ, അവന് കിട്ടാണ്ട ജോലിയാണ് നിന്റെ അണ്ണന് കിട്ടിയെന്നും പറഞ്ഞ് കിടന്ന. കുശുമ്പ, നിനക്ക് അസൂയ കൊണ്ട് നീ പറയുന്നതാ. എനിക്ക് ജോലി കിട്ടുന്നുള്ള അസൂയ. പോസ്റ്റ്മാൻ അഡ്രസ് മാറി കൊണ്ടുവന്നാണെന്ന്. പോസ്റ്റ്മാൻ
അഡ്രസ് മാറി അഡ്രസ് മാറി കൊണ്ടുവന്നത്. അപ്പൊ എനിക്ക് ജോലിയില്ലേ? ജോലി ഇല്ല. അയ്യോ എന്റെ ദൈവമേ. ഇങ്ങോട്ട് വന്നാണളിയാ. ഇനി വാ. കുറച്ചു മുമ്പ് ഇവിടെ കിടന്ന് ഭയങ്കര തിളപ്പായിരുന്നല്ല. ഞാൻ ചായ ഇട്ടോണ്ട് വരണം, എന്റെ പേര് വിളിക്കുന്നു, ഭയങ്കര ബഹളമായിരുന്നല്ല. പിന്നെ നമ്മളെ ഈ തേക്കു ഈട്ടി രൂപകൽപ്പന ചെയ്ത ഈ വീടൊക്കെ മാറി നമുക്ക് എന്ന് ഫ്ലാറ്റിൽ താമസിക്കാൻ പോണം. നമുക്ക് ഉടൻ തന്നെ കേറാം കേട്ടാ. പിന്നെ വേറൊരു കാര്യം, നാളെ തൊട്ട് ഞാൻ ഏത് വണ്ടിയാണ് പണിക്ക് പോണത്? BMW. മറ്റന്നാളെ ടയോട്ടയില്. അയ്യോ സുലോനെ, നീ ആ തുണിയൊക്കെ നനച്ചാ? എങ്കി അരി ഒന്ന് വടിച്ചിട്. രണ്ടുപേർക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിപ്പോരുത്. മിണ്ടിയാ ഞാൻ കരയും. എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇതോ ചേട്ടാ, അയ്യോ ഒരു മിനി ലോറിയില് സോഫ സെറ്റ് ഒക്കെ വരണ കേട്ടോ. സോഫ സെറ്റ് മാത്രമല്ല, കട്ടിലി, അലമാര, TV എല്ലാം ഉണ്ടടി. അളിയാ, ഞാനിപ്പോ എന്തോ ചെയ്യൂടാ? വയനാട്ടിലുള്ള ഏതെങ്കിലും കാട്ടിൽ പോടാ. കുഞ്ഞരിയെത്തി എന്താണ് എന്റെ കൺമുമ്പിൽ വന്നേക്കല് പറഞ്ഞേട്ടാ? NV ഉത്തമൻ അണ്ണ സാറേ.